ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോർമൽ ബ്രെഡ് ടോസ്റ്റിന് പകരം വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബനാന മിൽക്ക് ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം കട്ട് ചെയ്ത് വെച്ച പഴം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പഴം എടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം പഴുപ്പുള്ളത് എടുക്കുക. ഓവർ പഴുത്തതോ പച്ചയൊന്നും എടുക്കാതെ ഒരു മീഡിയം പഴുപ്പുള്ള പഴം എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. ശേഷം ഈ പഴം രണ്ട് സൈഡും ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് ഒരു ബ്രെഡ് എടുക്കുക. നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ച ബനാന നമ്മൾ ഈ ജാമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കൂലേ, അതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രെഡ് കൂടി എടുക്കുക. ഈ സെയിം പ്രോസസ്സ്, അതായത് നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ച ബനാന ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ലെയറായിട്ട് വെച്ച് ടോപ്പിൽ ഒരു ബ്രെഡ് കൂടെ വെക്കാം. നമ്മളൊരു ടോസ്റ്റിലേക്ക് 3 ബ്രെഡാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മളെ നെക്സ്റ്റ് പ്രോസസ്സ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടാക്കുക. നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് അതിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പ് ലെയർ ആദ്യം മിൽക്ക് കൊണ്ട് സോക്ക് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ടിട്ടും അതിൻ്റെ മറ്റേ സൈഡും മിൽക്ക് കൊണ്ട് സോക്ക് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവറായിട്ട് പാലൊഴിച്ച് സോക്ക് ചെയ്യാൻ നിൽക്കരുത്, കാരണം ബ്രെഡാണ് അലിഞ്ഞു പോവും. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ടേസ്റ്റ് വൈസ് ഇത് പറയുകയാണെങ്കിൽ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റാണ് ഇതിനുള്ളത്. എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അവർക്ക് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം.